നമസ്കാരം. ജ്യോതിർവാണി ചാനലിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഇവിടെ നോക്കുന്നത് 27 നക്ഷത്രക്കാരുടെ ഇന്നത്തെ പൊതുഫലം ആണ്. ഇനി നമുക്ക് 27 നക്ഷത്രങ്ങൾ പൊതുഫലം വിശദമായി നോക്കാം. ആദ്യം അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാർക്ക് ഇന്ന് പുതിയ പ്രതീക്ഷകളും നല്ല തുടക്കങ്ങളും ലഭിക്കുന്ന ദിവസമാണ്. ഏറെ നാളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു ആഗ്രഹം സഫലമാകുന്ന സൂചനകൾ ഇന്ന് കാണുന്നു. ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടാൻ സാധ്യതയുള്ള ദിവസമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ആളുകളുമായി ബന്ധം സ്ഥാപിക്കാൻ അവസരം ലഭിക്കുന്ന ദിവസമാണ്. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ശ്രദ്ധ നൽകിയാൽ ഇന്നത്തെ ദിവസം കൂടുതൽ അനുകൂലമാകും. ഇന്നത്തെ നിങ്ങളുടെ പ്രാർത്ഥന ശ്രീ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക. ഇന്നത്തെ വഴിപാട് കറുകമാല സമർപ്പിച്ച് ഓം ഗം ഗണപതയെ നമ എന്ന മന്ത്രം 21 പ്രാവശ്യം ജപിക്കുന്നത് ഉത്തമമാണ്. ഇന്നത്തെ ഭാഗ്യനിറം പച്ച. ഇന്നത്തെ ഭാഗ്യസംഖ്യ 5. അടുത്തത് ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രക്കാർക്ക് ഇന്ന് ക്ഷമയും വിവേകവും നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുന്ന ദിവസമാണ്. ജോലിയിൽ ചില വെല്ലുവിളികൾ ഉണ്ടായാലും അവസാനം വിജയം നിങ്ങളുടേതായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക. കുടുംബാംഗങ്ങളുടെ പിന്തുണ മനസ്സിന് ആശ്വാസം നൽകുന്ന ദിവസമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ലഭിക്കും. ഇന്നത്തെ നിങ്ങളുടെ പ്രാർത്ഥന ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക. ഇന്നത്തെ വഴിപാട് ദേവീക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിക്കുകയും ചുവന്ന പൂക്കൾ സമർപ്പിക്കുകയും ചെയ്യുക. ഇന്നത്തെ നിങ്ങളുടെ ഭാഗ്യനിറം ചുവപ്പ്. ഇന്നത്തെ ഭാഗ്യസംഖ്യ 9. അടുത്തത് കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഇന്ന് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ദിവസമാണ്. ജോലി ചെയ്യുന്നവർക്ക് മേലുദ്യോഗസ്ഥരുടെ പ്രശംസ ലഭിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിൽ പുതിയ കരാറുകൾ ലഭിക്കാം. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്ത കേൾക്കാം. ദൂരയാത്രകൾക്ക് സാധ്യതയുള്ള ദിവസമാണ്. ആരോഗ്യം പൊതുവെ നല്ലതായിരിക്കും. ഇന്നത്തെ പ്രാർത്ഥന ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക. ഇന്നത്തെ വഴിപാട് പാലാഭിഷേകം നടത്തുകയോ ഓം ശരവണായ ഭവ എന്ന മന്ത്രം 21 പ്രാവശ്യം ജപിക്കുകയോ ചെയ്യുക. ഇന്നത്തെ ഭാഗ്യനിറം ഓറഞ്ച്. ഭാഗ്യസംഖ്യ 3. അടുത്തത് രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രക്കാർക്ക് ഇന്ന് സാമ്പത്തികമായി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. പുതിയ വരുമാന മാർഗങ്ങൾ ലഭിച്ചേക്കാം. കുടുംബജീവിതത്തിൽ സന്തോഷ സമാധാനവും നിലനിൽക്കും. കുട്ടികളിൽ നിന്ന് സന്തോഷ വാർത്ത ലഭിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. ആരോഗ്യം നല്ല നിലയിൽ തുടരും. ഇന്നത്തെ പ്രാർത്ഥന ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കുക. വഴിപാട് വെണ്ണ നിവേദ്യം സമർപ്പിച്ച് ഓം നമോ ഭഗവതേ വാസുദേവായ മന്ത്രം ജപിക്കുക. ഇന്നത്തെ ഭാഗ്യനിറം വെള്ള. ഭാഗ്യസംഖ്യ 6. അടുത്തത് മകീര നക്ഷത്രം. മകീര നക്ഷത്രക്കാർക്ക് ഇന്ന് പുതിയ യാത്രകളും പുതിയ അവസരങ്ങളും നിങ്ങളെ തേടിയെത്താം. തൊഴിൽ രംഗത്ത് പുരോഗതി പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കുന്ന ദിവസമാണ്. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് പെട്ടെന്ന് പരിഹരിക്കപ്പെടും. ഇന്നത്തെ നിങ്ങളുടെ പ്രാർത്ഥന പരമശിവനെ പ്രാർത്ഥിക്കുക. വഴിപാട് ജലാഭിഷേകം നടത്തി കൂവളയില സമർപ്പിക്കുക. ഭാഗ്യനിറം നീല. ഇന്നത്തെ ഭാഗ്യസംഖ്യ 2. അടുത്തത് തിരുവാതിര നക്ഷത്രം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇന്ന് ആരോഗ്യം കൂടുതൽ ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. അമിതമായ ജോലിഭാരം ഒഴിവാക്കുക. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം ഉണ്ടാകും. ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് നല്ല അവസരങ്ങൾ ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ സ്ഥിരത കൈവരുന്ന ദിവസമാണ്. ഇന്നത്തെ നിങ്ങളുടെ പ്രാർത്ഥന ശിവഭഗവാനെ പ്രാർത്ഥിക്കുക. ഇന്നത്തെ വഴിപാട് കൂവളയില സമർപ്പിച്ച് ഓം നമഃശിവായ മന്ത്രം 108 പ്രാവശ്യം ജപിക്കുക. ഇന്നത്തെ ഭാഗ്യനിറം വെള്ള. ഇന്നത്തെ ഭാഗ്യസംഖ്യ 1. അടുത്തത് പുണർദം നക്ഷത്രം. പുണർദം നക്ഷത്രക്കാർക്ക് ഇന്ന് നിങ്ങളുടെ മനസ്സിൽ പുതിയ പ്രതീക്ഷകൾ ഉണരുന്ന ദിവസമാണ്. തൊഴിൽ രംഗത്ത് മികച്ച മുന്നേറ്റം ഉണ്ടാകുന്ന ദിവസമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച വിജയം നേടാൻ സാധ്യതയുള്ള ദിവസമാണ്. കുടുംബത്തിൽ സന്തോഷകരമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. സാമ്പത്തികമായി ഇന്നത്തെ ദിവസം അനുകൂലമാണ്. ഇന്നത്തെ നിങ്ങളുടെ പ്രാർത്ഥന ശ്രീ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. ഇന്നത്തെ വഴിപാട്
തുളസിയില സമർപ്പിച്ച് ഓം നമോ നാരായണായ മന്ത്രം 108 തവണ ജപിക്കുക. ഇന്നത്തെ നിങ്ങളുടെ ഭാഗ്യനിറം മഞ്ഞ. ഇന്നത്തെ ഭാഗ്യസംഖ്യ 8. പൂയം നക്ഷത്രക്കാർക്ക് ഇന്ന് ഭാഗ്യം നിങ്ങളോടൊപ്പം ഉണ്ടാകും. തൊഴിൽ, ബിസിനസ്, സാമ്പത്തികം എന്നിവയിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വർദ്ധിക്കുന്ന ദിവസമാണ്. പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ ആലോചിക്കുന്നവർക്ക് ഇന്ന് ഒരു നല്ല ദിവസമാണ്. ദൈവവിശ്വാസം നിങ്ങളെ കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കുന്ന ദിവസമാണ്. പ്രാർത്ഥന, ഗുരുഭഗവാനെ പ്രാർത്ഥിക്കുക. വഴിപാട്, മഞ്ഞപ്പൂ സമർപ്പിച്ച് ഗുരുസ്തോത്രം ജപിക്കുക. ഇന്നത്തെ ഭാഗ്യനിറം മഞ്ഞ. ഇന്നത്തെ ഭാഗ്യസംഖ്യ 3. അടുത്തത് ആയില്യം നക്ഷത്രക്കാർക്ക് ഇന്ന് ക്ഷമയും വിവേകവും ഏറ്റവും വലിയ ശക്തിയായിരിക്കും. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ജോലിസ്ഥലത്ത് നിങ്ങളുടെ ആത്മാർത്ഥമായ പരിശ്രമത്തിന് അംഗീകാരം ലഭിക്കുന്ന ദിവസമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുന്നത് നല്ലതാണ്. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും സ്നേഹത്തോടെ പരിഹരിക്കാൻ സാധിക്കും. ആരോഗ്യകാര്യങ്ങളിൽ ഭക്ഷണക്രമം ശ്രദ്ധിക്കുക. ഇന്നത്തെ പ്രാർത്ഥന, നാഗദേവതയെ പ്രാർത്ഥിക്കുക. ഇന്നത്തെ വഴിപാട്, നാഗക്ഷേത്രത്തിൽ 100 പാലും വഴിപാടായി നടത്തുന്നത് ശ്രേയസ്കരമാണെന്ന് വിശ്വസിക്കുന്നു. ഭാഗ്യനിറം പച്ച. ഭാഗ്യസംഖ്യ 7. അടുത്തത് മകർ നക്ഷത്രക്കാർക്ക് ഇന്ന് അംഗീകാരവും ബഹുമാനവും ലഭിക്കാവുന്ന ദിവസമാണ്. ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുന്ന ദിവസമാണ്. ബിസിനസ്സിൽ പുതിയ അവസരങ്ങൾ തേടിയെത്താം. കുടുംബാംഗങ്ങളുടെ സ്നേഹവും പിന്തുണയും ആത്മവിശ്വാസവും വർദ്ധിക്കും. സാമ്പത്തികമായി മെച്ചപ്പെട്ട ദിവസം പ്രതീക്ഷിക്കാം. ആരോഗ്യവും പൊതുവെ അനുകൂലമായിരിക്കും. പ്രാർത്ഥന, സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക. ഇന്നത്തെ വഴിപാട്, രാവിലെ സൂര്യദേവന് ജലാർപ്പണം നടത്തി ആദിത്യ ഹൃദയ പാരായണം ചെയ്യുന്നത് നല്ലതാണ്. ഭാഗ്യനിറം സ്വർണ്ണ നിറം. ഭാഗ്യസംഖ്യ 1. പൂരം നക്ഷത്രക്കാർക്ക് ഇന്ന് കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കുന്ന ദിവസമാണ്. ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സ്നേഹവും ഐക്യവും അനുഭവപ്പെടുന്ന ദിവസമാണ്. ജോലി ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ ഏറെ നല്ല മുന്നേറ്റം ഉണ്ടാകാം. ഏറെ നാളായി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ഇന്ന് അനുകൂലമായി മാറാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ പ്രാർത്ഥന, മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക. വഴിപാട്, ലക്ഷ്മി ക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിക്കുകയും താമരപ്പൂ സമർപ്പിക്കുകയും ചെയ്യുക. ഇന്നത്തെ ഭാഗ്യനിറം പിങ്ക്. ഭാഗ്യസംഖ്യ 6. ഉത്രം നക്ഷത്രക്കാർക്ക് ഇന്ന് നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ഫലം ലഭിക്കുന്ന ദിവസമാണ്. തൊഴിൽ രംഗത്ത് പുരോഗതിയും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ നല്ല വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. ദൂരയാത്രകൾ ഗുണകരമാകും. ഇന്നത്തെ പ്രാർത്ഥന, ശ്രീ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. ഇന്നത്തെ വഴിപാട്, തുളസിമാല സമർപ്പിച്ച് ഓം നമോ നാരായണായ മന്ത്രം 108 തവണ ജപിക്കുക. ഇന്നത്തെ ഭാഗ്യസംഖ്യ വെള്ള. ഇന്നത്തെ ഭാഗ്യനിറം വെള്ള. ഭാഗ്യസംഖ്യ 4. അത്തം നക്ഷത്രക്കാർക്ക് ഇന്ന് പുതിയ ബന്ധങ്ങൾ ജീവിതത്തിൽ ഗുണകരമാകും. തൊഴിൽ രംഗത്ത് മികച്ച അവസരങ്ങൾ ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ സ്ഥിരത കൈവരും. കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും. ആരോഗ്യം പൊതുവെ നല്ല നിലയിൽ തുടരുന്ന ദിവസമാണ്. ഇന്നത്തെ പ്രാർത്ഥന, ശ്രീ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക. ഇന്നത്തെ വഴിപാട്, മോദകം നിവേദ്യം സമർപ്പിച്ച് ഗണപതി മന്ത്രം ജപിക്കുക. ഇന്നത്തെ ഭാഗ്യനിറം ഇളം പച്ച. ഇന്നത്തെ ഭാഗ്യസംഖ്യ 5. അടുത്തത് ചിത്തിര നക്ഷത്രക്കാർക്ക് ഇന്ന് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ നല്ല അവസരങ്ങൾ ലഭിക്കും. ജോലിയിൽ അംഗീകാരം ലഭിക്കാനും പുതിയ പദ്ധതികൾ ആരംഭിക്കാനും അനുകൂലമായ ദിവസമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാം. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഇന്ന് നിലനിൽക്കും. ഇന്നത്തെ പ്രാർത്ഥന, ദേവി ഭഗവതിയെ പ്രാർത്ഥിക്കുക. ഇന്നത്തെ വഴിപാട്, ചുവന്ന പൂക്കൾ സമർപ്പിച്ച് നെയ്വിളക്ക് തെളിയിക്കുക. ഇന്നത്തെ ഭാഗ്യനിറം ചുവപ്പ്. ഇന്നത്തെ ഭാഗ്യസംഖ്യ 9. അടുത്തത് ചോതി നക്ഷത്രക്കാർക്ക് ഇന്ന് മനസ്സിന് സമാധാനവും ആത്മവിശ്വാസവും ലഭിക്കുന്ന ദിവസമാണ്.
പുതിയ കാര്യങ്ങൾ ആരംഭിക്കാൻ അനുകൂലമായ ദിവസമാണ്. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിക്കും. സാമ്പത്തികമായി ചെറിയ നേട്ടങ്ങൾ ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം തുടരും. പ്രാർത്ഥന: ശ്രീ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. ഇന്നത്തെ വഴിപാട് തുളസി സമർപ്പിച്ച് വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക. ഇന്നത്തെ ഭാഗ്യനിറം നീല. ഇന്നത്തെ ഭാഗ്യസംഖ്യ 8. അടുത്തത് വിശാഖ നക്ഷത്രം. വിശാഖ നക്ഷത്രക്കാർക്ക് ഇന്ന് ബിസിനസ്സിലും ജോലിയിലും അനുകൂലമായ മാറ്റങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. കുടുംബാംഗങ്ങളുടെ പിന്തുണ ലഭിക്കും. പുതിയ സൗഹൃദങ്ങൾ ഭാവിയിൽ ഗുണകരമാകും. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. ഇന്നത്തെ പ്രാർത്ഥന: ശ്രീ അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിക്കുക. ഇന്നത്തെ വഴിപാട് അപ്പം നിവേദ്യം സമർപ്പിച്ച് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ജപിക്കുക. ഇന്നത്തെ ഭാഗ്യനിറം കറുപ്പ്. ഇന്നത്തെ ഭാഗ്യസംഖ്യ 3. അടുത്തത് അനിഴം നക്ഷത്രം. അനിഴം നക്ഷത്രക്കാർക്ക് ഇന്ന് സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും പിന്തുണ ലഭിക്കും. ഏറെ നാളായി മുടങ്ങിക്കിടന്ന ഒരു കാര്യം പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് ഇന്ന് സാധിക്കും. തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ മെച്ചപ്പെട്ട ഫലങ്ങൾ ലഭിക്കും. കുടുംബത്തിൽ സന്തോഷവും ഐക്യവും വർദ്ധിക്കുന്ന ദിവസമാണ്. ഇന്നത്തെ പ്രാർത്ഥന: ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കുക. ഇന്നത്തെ വഴിപാട് വെണ്ണ നിവേദ്യം സമർപ്പിച്ച് ഓം നമോ ഭഗവതേ വാസുദേവായ മന്ത്രം 108 തവണ ജപിക്കുക. ഇന്നത്തെ ഭാഗ്യനിറം മഞ്ഞ. ഇന്നത്തെ ഭാഗ്യസംഖ്യ 5. അടുത്തത് തൃക്കേട്ട നക്ഷത്രം. തൃക്കേട്ട നക്ഷത്രത്തിന് ഇന്ന് ക്ഷമയും ആത്മവിശ്വാസവും കൈവിടാതിരിക്കുക. ജോലിസ്ഥലത്ത് നിങ്ങളുടെ അനുഭവം കഴിവും മറ്റുള്ളവർ അംഗീകരിക്കും. പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ആലോചിക്കുന്നത് ഇന്നത്തെ ദിവസം നല്ലതാണ്. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം ഇന്നും നിലനിൽക്കും. ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ശ്രദ്ധ നൽകിയാൽ ഇന്നത്തെ ദിവസം കൂടുതൽ അനുകൂലമാക്കാനാകും. ഇന്നത്തെ പ്രാർത്ഥന: പരമശിവനെ പ്രാർത്ഥിക്കുക. ഇന്നത്തെ വഴിപാട് ശിവക്ഷേത്രത്തിൽ ധാര നടത്തുകയോ കൂവള മാല സമർപ്പിക്കുകയോ ചെയ്യുക. ഭാഗ്യനിറം വെള്ള. ഇന്നത്തെ ഭാഗ്യസംഖ്യ 7. അടുത്തത് മൂലം നക്ഷത്രം. മൂലം നക്ഷത്രക്കാർക്ക് ഇന്ന് ആത്മവിശ്വാസവും ധൈര്യവും വർദ്ധിക്കുന്ന ദിവസമാണ്. ഏറെ നാളായി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം സഫലമാകാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിൽ പുതിയ അവസരങ്ങൾ ലഭിക്കും. കുടുംബാംഗങ്ങളുടെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും ഇന്ന് നിങ്ങൾ ശക്തിയായി നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇന്നത്തെ പ്രാർത്ഥന: ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക. ഇന്നത്തെ വഴിപാട് ചുവന്ന പൂക്കൾ സമർപ്പിച്ച് നാരങ്ങമാല വഴിപാട് നടത്തുകയും ചെയ്യുക. ഭാഗ്യനിറം ചുവപ്പ്. ഭാഗ്യസംഖ്യ 9. അടുത്തത് പൂരാടം നക്ഷത്രം. പൂരാടം നക്ഷത്രക്കാർക്ക് ഇന്ന് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കും. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കും. സാമ്പത്തികമായി നല്ല മുന്നേറ്റം പ്രതീക്ഷിക്കാം. ദൂരയാത്രകൾക്ക് ഗുണകരമാകും. വിദ്യാർത്ഥികൾ പഠനത്തിൽ മികച്ച വിജയം നേടാൻ സാധിക്കും. ഇന്നത്തെ പ്രാർത്ഥന: മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക. ഇന്നത്തെ വഴിപാട് താമരപ്പൂ സമർപ്പിച്ച് നെയ്വിളക്ക് തെളിയിക്കുക. ഇന്നത്തെ ഭാഗ്യനിറം പിങ്ക്. ഇന്നത്തെ ഭാഗ്യസംഖ്യ 6. ഉത്രാടം നക്ഷത്രം. ഉത്രാടം നക്ഷത്രക്കാർക്ക് ഇന്ന് നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് നല്ല ഫലം ലഭിക്കുന്ന ദിവസമാണ്. ജോലി സ്ഥാനക്കയറ്റത്തിനും പ്രശംസയ്ക്കും സാധ്യതയുള്ള ദിവസമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകാം. കുടുംബാംഗങ്ങളുമായി സന്തോഷകരമായ സമയം ചെലവഴിക്കാൻ സാധിക്കും. ആരോഗ്യവും പൊതുവെ നല്ല നിലയിൽ തുടരുന്ന ദിവസമാണ്. ഇന്നത്തെ പ്രാർത്ഥന: സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക. വഴിപാട് രാവിലെ സൂര്യദേവന് ജലതർപ്പണം നടത്തി ആദിത്യ ഹൃദയം പാരായണം ചെയ്യുക. ഭാഗ്യനിറം ഓറഞ്ച്. ഭാഗ്യസംഖ്യ 1. തിരുവോണം നക്ഷത്രം. തിരുവോണം നക്ഷത്രക്കാർക്ക് ഇന്ന് ഭാഗ്യം നിങ്ങളെ അനുഭവിക്കുന്ന ദിവസമാണ്. സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബത്തെ സന്തോഷ വാർത്ത കേൾക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ ആലോചിക്കുന്നവർക്ക് നല്ല ദിവസമാണ്. ദൈവവിശ്വാസം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഇന്നത്തെ പ്രാർത്ഥന: ശ്രീ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. ഇന്നത്തെ വഴിപാട് തുളസിയില സമർപ്പിച്ച് പായസ നിവേദ്യം നടത്തുക. ഭാഗ്യനിറം മഞ്ഞ. ഭാഗ്യസംഖ്യ 8. അടുത്തത് അവിട്ടം നക്ഷത്രം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഇന്ന് പുതിയ ബന്ധങ്ങൾ ജീവിതത്തിൽ ഗുണകരമാകും. ജോലിയിൽ മികച്ച അവസരങ്ങൾ ലഭിക്കും. ബിസിനസ്സിൽ പുതിയ കരാറുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുടെ പിന്തുണ മനസ്സിന് സന്തോഷം നൽകുന്ന ദിവസമാണ്. ചെലവുകൾ നിയന്ത്രിച്ചാൽ സാമ്പത്തിക സ്ഥിരത കൈവരിക്കാനാകും. ഇന്നത്തെ പ്രാർത്ഥന: ശനീശ്വരനെ പ്രാർത്ഥിക്കുക. ഇന്നത്തെ വഴിപാട് എള്ളെണ്ണ വിളക്ക് തെളിയിക്കുകയും
ദാനം ചെയ്യുകയും ചെയ്യുക. ഭാഗ്യനിറം നീല, ഭാഗ്യസംഖ്യ 4. ചതയം നക്ഷത്രം. ചതയം നക്ഷത്രക്കാർക്ക് ഇന്ന് മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും അനുകൂലമായി മാറാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് അംഗീകാരം ലഭിക്കും. സുഹൃത്തുക്കളുടെ സഹായം വലിയ പിന്തുണയാകും. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ഇന്നത്തെ പ്രാർത്ഥന ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കുക. ഇന്നത്തെ വഴിപാട് തുളസി സമർപ്പിച്ച് ഓം നമോ ഭഗവതേ വാസുദേവായ മന്ത്രം ജപിക്കുക. ഭാഗ്യനിറം ഇളം നീല, ഭാഗ്യസംഖ്യ 5. അടുത്ത പൂരോരുട്ടാതി നക്ഷത്രം. പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് ഇന്ന് പഠനത്തിൽ ജോലിയിലും മികച്ച മുന്നേറ്റം പ്രതീക്ഷിക്കാം. പുതിയ അറിവുകൾ നേടാൻ അവസരം ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. കുടുംബാംഗങ്ങളുടെ സ്നേഹവും പിന്തുണയും ആത്മവിശ്വാസവും വർദ്ധിക്കും. ഇന്നത്തെ പ്രാർത്ഥന സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുക. ഇന്നത്തെ വഴിപാട് വെള്ളപ്പൂ സമർപ്പിച്ച് സരസ്വതി സ്തോത്രം ജപിക്കുക. ഇന്നത്തെ ഭാഗ്യനിറം വെള്ള, ഭാഗ്യസംഖ്യ 2. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രത്തിന് മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കുന്ന ദിവസമാണ്. ഏറെ നാളായി മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ അവസരം ലഭിക്കും. തൊഴിൽ രംഗത്ത് പുതിയ സാധ്യതകൾ തെളിയും. കുടുംബത്തിൽ ഐക്യവും സന്തോഷവും വർദ്ധിക്കും. ഇന്നത്തെ പ്രാർത്ഥന പരമശിവനെ പ്രാർത്ഥിക്കുക. വഴിപാട് ജലാഭിഷേകം നടത്തി കൂവള ഏലമാല സമർപ്പിക്കുക. ഭാഗ്യനിറം പച്ച, ഭാഗ്യസംഖ്യ 6. രേവതി നക്ഷത്രം. രേവതി നക്ഷത്രക്കാർക്ക് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷയും പുതിയ കിരണങ്ങൾ തെളിയുന്ന ദിവസമാണ്. തൊഴിൽ, ബിസിനസ്, വിദ്യാഭ്യാസം എന്നീ മേഖലയിൽ നല്ല മുന്നേറ്റം പ്രതീക്ഷിക്കാം. സാമ്പത്തികമായി നേട്ടങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളോടൊപ്പം സന്തോഷകരമായ സമയം ചെലവഴിക്കാൻ സാധിക്കും. ദൈവവിശ്വാസങ്ങളെ ആത്മവിശ്വാസവും നിങ്ങളെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കും. ഇന്നത്തെ പ്രാർത്ഥന ശ്രീ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. ഇന്നത്തെ വഴിപാട് തുളസിയില സമർപ്പിച്ച് ഓം നമോ നാരായണായ മന്ത്രം 108 പ്രാവശ്യം ജപിക്കുന്നത് ഉത്തമമായി കാണുന്നു. ഇന്നത്തെ ഭാഗ്യനിറം മഞ്ഞ. ഇന്നത്തെ ഭാഗ്യസംഖ്യ 9. ഇതുപോലുള്ള ദിവസ ഫലങ്ങൾ അറിയുന്നതിന് ജ്യോതിർവാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.